ഹേ ഗൈസ്, ഇപ്പോഴാണ് എനിക്ക് ലോകിയോട് ശരിക്കും ചോദിക്കാൻ തോന്നുന്നത്, എന്നടാ ലോക്കി പണ്ണപ്പോറെ. ഇതൊരു അൺഎക്സ്പെക്ടഡ് സർപ്രൈസ് ആയി പോയി സൺ പിക്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നും. ലോക്കി തന്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരു സിനിമ ചെയ്യുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ഇങ്ങനൊരു ഐറ്റം ആണെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല. കൂലിയുടെ പല പ്രൊമോഷണൽ ഇന്റർവ്യൂസിലും ലോകേഷ് വന്നിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു തരത്തിലും ഒരു കാര്യവും റിവീൽ ചെയ്യാൻ പുള്ളി റെഡിയല്ല. ചെറിയ ചെറിയ ഹിൻസ് മാത്രമേ തന്നിട്ടുള്ളൂ, പക്ഷെ ഈവൻ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് പോലും ലോകേഷ് പറഞ്ഞിട്ടില്ല. സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോകേഷ് അഭിനയിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ച് ആർക്കും യാതൊരുവിധ ഐഡിയയും ഇല്ലായിരുന്നു. സോ ആ കൂലിയുടെ പ്രൊമോഷണൽ ഈവൻസിൽ ലോകേഷിന്റെ ലുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ലുക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരു റോ സ്റ്റൈൽ, അതായത് നമ്മുടെ ഈ വെട്രിമാരൻ സിനിമകളൊക്കെ എങ്ങനെയായിരിക്കും ക്യാരക്ടേഴ്സ് ഉണ്ടാവുക, ഇപ്പോൾ ധനുഷിനൊക്കെ വടച്ചേനയിൽ പ്രസന്റ് ചെയ്ത രീതി, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഒരു റോ സ്റ്റൈൽ പടമായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ സൺ പിക്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രൊമോഷണൽ വീഡിയോ കാണുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ട്രൈ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ പ്രൊമോ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ എന്നെ ക്യാച്ച് ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ ആകർഷിച്ച ഒരു കാര്യമാണ് ഈ സിനിമയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് DC. ദേവദാസ് എന്നാണ് ലോകേഷ് കനകരാജിന്റെ ക്യാരക്ടർ നെയിം, ചന്ദ്ര എന്നാണ് നമ്മുടെ വാമിക ഗബ്ബിയുടെ ക്യാരക്ടർ നെയിം. സോ D for ദേവദാസ്, C for ചന്ദ്ര എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈറ്റിലായിരുന്നു ആൻഡ് അനിരുദ്ധ് മ്യൂസിക്കൽ. ഓക്കെ, നമ്മുടെ ലോക്കിയുടെ സിനിമകൾ ഉറപ്പായിട്ടും അനിരുദ്ധ് തന്നെ ആയിരിക്കും ചെയ്യാന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പാണ്. കാരണം ലോക്കി ഈ ഇടയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താൻ ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അനിരുദ്ധിനെ മാത്രമേ മ്യൂസിക് ഏൽപ്പിക്കുന്നുള്ളത്, അനിരുദ്ധ് ഇല്ലാണ്ട് ഒരു പടം ചെയ്യില്ല എന്ന് ഓപ്പണായിട്ട് തന്നെ നമ്മുടെ ലോക്കി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു ഫൺ ഫാക്ട് എന്താണെന്നറിയോ? ഈ സിനിമയും സ്വാഭാവികമായിട്ടും ലോകേഷിൻ്റെ സിനിമാറ്റിക് വേൾഡിൽ തന്നെയാണ് നടക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് എൽസിയല്ല, ഈ പ്രിവ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള ആംബിയൻസും ഒരുപാട് ബ്ലഡ് ഷെഡ്സും അതുപോലെ തന്നെ ഒരുപാട് വയലൻസും. പടക്കങ്ങൾ എന്നും എനിക്കൊരു വീക്ക്നെസ് ആണെന്ന് സലീം കുമാർ പറയുന്ന പോലെ തന്നെയാണ് ലോകേഷിന് വയലൻസും. സോ എന്തായാലും ഈ സിനിമ ഇപ്പോൾ നിലവിൽ ഷൂട്ടിംഗ് ഓൺ പ്രോഗ്രസ് ആണ്. വാട്ട് എവർ, ഈ സിനിമ കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ലോകേഷിനോട് പേഴ്സണലി പറയാനുള്ളത്, എൻ്റെ പൊന്നണ്ണ ആ LC ഒന്ന് നേരെ ഒന്ന് കംപ്ലീറ്റ് ആക്കി വിട്. എന്നിട്ട് നിങ്ങൾ സ്റ്റാൻഡ് അലോൺ ചെയ്യേ അല്ലെങ്കിൽ ആക്ടിങ് ചെയ്യേ എന്താച്ചാ ചെയ്തു. ആദ്യം നിങ്ങൾ തുടങ്ങി വെച്ച സാധനം നീറ്റായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ ബാക്കി എന്താച്ചാ ചെയ്തു. ഓക്കെ, സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.